രോഗത്തിന് ശാശ്വത പരിഹാരം. പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ 4 അസ്ഥിരോഗ വിദഗ്ധർ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ. ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ 9496948422. പ്രളയത്തിൽ തകർന്ന പൈങ്കുളം വാഴാലിപ്പാടം മായന്നൂർ ഭാരതപ്പുഴയിലെ ഉരുക്ക് തടയണയുടെ പുനർനിർമ്മാണം ആരംഭിച്ചു. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയാണ് 12.6 കോടി രൂപ ചെലവിൽ പുനർനിർമ്മാണം നടത്തുന്നത്. പഴയ തടയണ നിലനിർത്തി പുനർനിർമ്മിക്കുന്നതിൽ പല മാറ്റങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് വെള്ളം തുറന്നുവിടാൻ പൈപ്പുകൾ ഉണ്ടായിരുന്നത് മാറ്റി 2 വശങ്ങളിലും ഷട്ടർ വയ്ക്കും. വേനലിൽ പൈങ്കുളം പമ്പ് ഹൗസിലേക്കടക്കം വെള്ളമൊഴുക്കി വിടാൻ ഇത് സഹായിക്കും. 2016 നിർമ്മിച്ച തടയണ 2018 പ്രളയത്തിൽ മാന്നന്നൂർ ഭാഗത്തെ പാടശേഖരത്തിന് സമീപത്തെ മണ്ണിടിഞ്ഞ പുഴ ഗതിമാറി ഒഴുകുകയായിരുന്നു. മണ്ണിടിഞ്ഞ ഭാഗത്ത് സർവേ പൂർത്തിയാക്കി വലിയ കരിങ്കൽ ഭിത്തി നിർമ്മിച്ച് വെള്ളം സംഭരിക്കും. പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി സാധനങ്ങൾ എത്തിക്കാൻ പുഴയിൽ പൈങ്കുളം പമ്പ് ഹൗസിന് സമീപത്തെ റോഡ് നിർമ്മാണം പൂർത്തിയായി. നിർമ്മാണ പ്രദേശത്തേക്ക് വെള്ളം ഒഴുകിയെത്താതിരിക്കാൻ പുഴയ്ക്ക് കുറുകെ ബണ്ട് നിർമ്മാണം പൂർത്തിയായി വരികയാണ്. ഇത് കഴിഞ്ഞാൽ കരിങ്കൽ കെട്ട് നിർമ്മിച്ച് മഴക്കാലത്തിന് മുൻപ് തടയണ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്ന് വാർഡ് മെമ്പർ PM മുസ്തഫ പറഞ്ഞു. 2018 തകർന്ന് പോയ വാഴാലിപ്പാടം മാനന്നൂർ ഉരുക്ക് തടയണയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം മുന്നെയാണ് ഈ പ്രദേശത്തെ എല്ലാ കുടിവെള്ള പദ്ധതികൾക്കും വെള്ളം നൽകിയിരുന്ന ഇവിടുത്തെ കർഷകർക്ക് ഏറെ ആശ്വാസമായിരുന്ന വാഴാലിപ്പാടം ഉരുക്ക് തടയണ 2018 പ്രളയത്തിൽ നഷ്ടപ്പെട്ടത്. 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അതിൻ്റെ പണികൾ പുരോഗമിക്കുന്നതിൽ ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഈ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമത്തിനും ഈ പ്രദേശത്തെ പമ്പ് ഹൗസുകൾക്കും ഇവിടുത്തെ കർഷകർക്കും ഏറെ ഉപകാരപ്രദമായ ഈ തടയണ എത്രയും പെട്ടെന്ന് പണികളൊക്കെ നല്ല രീതിയിൽ പൂർത്തീകരിച്ച് പുരോഗമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. PCB ന്യൂസ് ചെറുതുരുത്തി.